യുവദാസുകൾ തീർത്ത പത്മവ്യൂഹം കാണാതിരുന്നതുകൊണ്ടാണ് VS സർക്കാരിന് തുടർഭരണം നഷ്ടമായതെന്ന് G സുധാകരൻ. ഇടിമുഴക്കം പോലെ ശബ്ദം, സിംഹഗർജനം പോലെ ഒരു ആഹ്വാനം എന്ന തലക്കെട്ടിൽ കലാകൗമുദി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കവിതയിലാണ് G സുധാകരന്റെ തുറന്നു പറച്ചിൽ. VSന് തുടർഭരണം ലഭിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പിണറായി ശക്തമായി ഇടപെട്ടു എന്ന ആരോപണം ഉയർന്നിരുന്നു. തപാൽ ബാലറ്റുകൾ പൊട്ടിച്ചു തിരുത്തിയെന്ന G സുധാകരന്റെ വെളിപ്പെടുത്തലിലെ വിവാദം അവസാനിക്കും മുൻപാണ് കവിതയുമായി രംഗത്തെത്തിയത്. സുധീഷ് ഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. സുധീഷ്, എന്താണ് ഈ കവിതയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? VS അച്യുതാനന്ദനെ കുറിച്ചുള്ള ഉയർത്തലുകളും അദ്ദേഹത്തിന്റെ സമര ചരിത്രങ്ങളൊക്കെയാണ് പ്രധാനമായും ഈ കവിതയിൽ പറയുന്നതെങ്കിൽ പോലും ഇതിൽ പറയാതെ പറയുന്ന ഇല്ലെങ്കിൽ ആ വരികളിലൂടെ ഇല്ലെങ്കിൽ ആ വരികളിലൂടെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നത്, നമ്മളിലേക്ക് പ്രചരിക്കുന്നത് മറ്റ് ചില സന്ദേശങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായും VS അച്യുതാനന്ദന് തുടർഭരണം നഷ്ടമായത് CPMലെ യുവദാസുകളുടെ പ്രവൃത്തി കൊണ്ടാണ് എന്നത് അടിവരയിട്ട് പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് അന്ന് ഈ മണ്ഡലങ്ങൾ ജയിക്കാൻ പ്രതീക്ഷിക്കാത്ത 15 മണ്ഡലങ്ങൾ ജയിക്കുമ്പോൾ 14 തോക്കുന്നു. ആ തോൽവിയാണ് തുടർഭരണത്തിന് ഏറ്റവും പ്രധാനമായും തടസ്സമുണ്ടായതെന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് അത്തരം യുവദാസുകളാണ് തുടർഭരണം നഷ്ടപ്പെടുത്തിയത്. പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. അതിലുപരിയായി അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ആരോപണ വിധേയനാവുന്ന ഒരു പരാമർശമാണ് അതിലൂടെ ഉണ്ടാവുന്നത്. അതിനേക്കാൾ പ്രധാനമായും പറയുന്നത് ഒരു ആയുധവും ഇല്ലാതെയാണ് VS പട നയിച്ചത് എന്ന് പറയുമ്പോൾ അതും മറ്റു ചില സൂചനയാണ്. ആയുധങ്ങളില്ലാതെ പട നയിച്ച പിണറായി വിജയൻ്റെയും മറ്റും ചില പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഉള്ളതിനൊക്കെ മറുപടിയാണ്. അതിലുപരിയായി പറയുന്നത് നവകേരളം, അതിനു വേണ്ടത് കുട്ടനാട് പോലുള്ള ഇടത്തെ അധ്വാനമാണ്. അവിടുത്തെ പാടങ്ങൾ, നെൽക്കതിരുകൾ വിളഞ്ഞു കിടക്കുന്ന അത്തരം ഒരു ദിനമാണ് വരേണ്ടത് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ രീതിയിലെല്ലാം തന്നെ CPMനെയും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തെയും ശക്തമായി വിമർശിക്കുന്നതാണ് ഈ കവിതയിലെ പല ഭാഗങ്ങളും. എന്നാൽ G സുധാകരൻ ഇത് സംബന്ധിച്ച് പറയുന്നത് പിണറായി വിജയനെയോ മറ്റു പാർട്ടിയോ ഒന്നും തന്നെ ലക്ഷ്യം വെച്ചല്ലെന്നാൽ പാർട്ടിയിലെ ചില യുവദാസുകൾ, അത്തരം ആൾക്കാർ 2011 തുടർഭരണ സാധ്യത നഷ്ടപ്പെടുത്തിക്കൊണ്ട് UDF അധികാരത്തിലേറാൻ കാരണമായി എന്ന് തന്നെയാണ് അതിൽ പറയുന്നതും. പാർട്ടിയുടെ ഇലക്ഷൻ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഈ ഉള്ള വിലയിരുത്തൽ തന്നെയാണ് അതിൽ പറയുന്നത്. തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 14 മണ്ഡലങ്ങൾ ജയിച്ചപ്പോൾ ആ ഒരു ജയസാധ്യത നിലനിൽക്കുമ്പോഴാണ് അത്തരമൊരു തെരഞ്ഞെടുപ്പിലാണ് 15 മണ്ഡലങ്ങൾ, വളരെ വിജയപ്രതീക്ഷയുള്ള 15 മണ്ഡലങ്ങൾ തോൽക്കുന്നത്. അത്തരമൊരു തോൽവിയാണ് 2 MLA-മാരുടെ വ്യത്യാസത്തിൽ ഭരണം പോകാൻ കാരണം. 3 പേർ കൂടി ഇടതുപക്ഷത്തുനിന്ന് ജയിച്ചിരുന്നെങ്കിൽ VS സർക്കാരിന് തുടർഭരണം ലഭിച്ചതിനും VSന് തുടർഭരണം ലഭിക്കാനുള്ള ആ സാധ്യതയാണ് ഇല്ലാതാക്കിയതെന്നതാണ് ഈ കവിതയിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ അടക്കം കർഷക തൊഴിലാളികളുടെ എല്ലാം സമരം, അതോടൊപ്പം തന്നെ ഗൗരിയമ്മ അതിൽ പങ്കാളികളായതും എല്ലാം തന്നെ വളരെ വിശദമായി വർണ്ണിക്കുന്നുണ്ട്. അതിൽ VS സർക്കാരിൻ്റെ ആ ഭരണ നേട്ടങ്ങളും ഇതെല്ലാം പറയുന്ന ഒരു കവിതയാണ്. പ്രധാനമായും ഇത് VSൻ്റെ ഗുണങ്ങൾ, അത് G സുധാകരനെ പോലെ ഒരു നേതാവ് VSനെ ഇത്രയേറെ പുകഴ്ത്തുന്നു എന്നതും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ശരി സുധീഷ്.